തൃശൂർ ലൂർദ് കത്തീഡ്രലിലെ സുരേഷ് ഗോപിയുടെ സ്വർണ്ണ കിരീട സമർപ്പണമാണ്. അതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് ജനുവരി 15-നായിരുന്നു സുരേഷ് ഗോപി കുടുംബസമേതം BJP നേതാക്കൾക്കൊപ്പം എത്തി അവിടെ കത്തീഡ്രലിൽ സ്വർണ്ണ കിരീടം നൽകിയത്. അവിടെ നേരത്തെ പെരുന്നാളിനെത്തിയപ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടം അത് ഇളകുന്നത് കണ്ടപ്പോഴാണ് അത്രേ സുരേഷ് ഗോപി അവിടെ ഒരു സ്വർണ്ണ കിരീടം നൽകാമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുൻപ് കുടുംബസമേതം എത്തി ഒരു കിരീടം നൽകി. പക്ഷേ ആ കിരീടം ചെമ്പ് തകിടിൽ സ്വർണം പൂശിയതാണ് എന്നതാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് അവിടെ ഒരു കത്തീഡ്രൽ പാരിഷ് കൗൺസിൽ ചേർന്ന് അതിൻ്റെ കിരീടത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന നടപടികളിലേക്കൊക്കെ ഉടൻ കടന്നേക്കുമെന്നാണ്. വെറും 6 ഗ്രാമിൽ താഴെ മാത്രമേ ആ കിരീടമുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ ഈ കിരീടം നൽകിയപ്പോൾ ചില മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് വാർത്ത നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരും മിണ്ടുന്നുണ്ടോ എന്നതും സംശയമാണ്. നിഷാദ്, അവിടെ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോവുകയാണ് സുരേഷ് ഗോപി. അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളൊക്കെ BJPയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇതിനെയും കാണാൻ. പക്ഷെ അതൊന്ന് പാളിപ്പോയോ? സുരേഷ് ഗോപി നേരെ നരേന്ദ്രമോദിക്ക് ഒരു സ്വർണ്ണ തളിയെ കൊടുത്തിട്ടുണ്ട്. അന്ന് വലിയ വാർത്തയായിരുന്നു. അതിന് ചെമ്പിൽ പൂച്ചതാണ്. ഇപ്പം മോദി ഒന്ന് ഞെട്ടിക്കാണും. ദിവ്യ, ഇതിനകത്തൊരു സംഗതി ഉള്ളത്, അതായത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പല സംഗതികൾ ഇന്ന് കേട്ടു. അതായത് അപൂർവമായ രോഗമുള്ള 1.5 വയസ്സുകാരനായ മകന് വേണ്ടി സുരേഷ് ഗോപിയെ കണ്ട് സഹായം ചോദിച്ചപ്പോൾ പോയി MV ഗോവിന്ദനോട് ചോദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ അത് ഏറ്റെടുക്കുകയും വീണ ജോർജ് ആ കുട്ടിക്ക് ആവശ്യമായ സഹായവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്ന് സർക്കാർ തന്നെ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പബ്ലിക് അപ്പിയറൻസിൽ നടത്തുന്ന ഈ ഇടപെടലുകൾ, അദ്ദേഹം കാണിക്കുന്ന മനുഷ്യ സ്നേഹം, അദ്ദേഹം കൊടുക്കുന്ന സംഭാവനകൾ, അദ്ദേഹം ആരാധനാലയങ്ങൾ സന്ദർശിച്ച് അവിടെ കൊടുക്കുന്ന കിരീടങ്ങൾ, ഇവയ്ക്കൊന്നും യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നും, മറിച്ച് അതെല്ലാം കേവലമായ തെരഞ്ഞെടുപ്പ് തന്ത്രം, വോട്ട് കിട്ടുന്ന അന്ന് അവസാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അവസാനത്തെ എക്സാമ്പിളാണ് ഇത്. സുരേഷ് ഗോപി വലിയ മനുഷ്യസ്നേഹിയാണ് എന്ന് കുറേ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഒരു ഗർഭിണിയുടെ വയറിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള, മനുഷ്യരോട് സ്നേഹമുള്ള, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ 1.5 വയസ്സുള്ള മകനോ മകളോ ആയിരുന്നു കൊണ്ടുവന്നിട്ട് എനിക്ക് ചികിത്സാ സഹായം വേണമെന്ന് പറയുമ്പോൾ പോയി MV ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ സർക്കാരിനെ സമീപിക്കൂ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട്. മന്ത്രി വീണ ജോർജിനോട് പറയൂ എന്ന് പറഞ്ഞാൽ ന്യായമുണ്ട്. MV ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ CPM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായ തൻ്റെ ഉള്ളിലുള്ള ശത്രുതയ്ക്ക് ഈ കുഞ്ഞിനെ ഉപായമാക്കാം എന്ന് അയാൾ ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ഇവരെനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരല്ല, ഇവർ CPMകാരായിരിക്കും, അല്ലെങ്കിൽ ഇവരെൻ്റെ മണ്ഡലത്തിന് പുറത്തുള്ളവരായിരിക്കും എന്നോ മറ്റോ മനസ്സിലാക്കിയിട്ട് തനിക്ക് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിനും ഒരു കുഞ്ഞിനോടും തനിക്ക് അനുതാപമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ മനുഷ്യൻ. അങ്ങനെ ഒരാൾ ഒരു മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ന്യായമായും വിചാരിക്കാൻ പറ്റുമോ? ഒരു ഗർഭിണിയുടെ വയറിൽ തൊട്ട് ആശ്ലേഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുഗ്രഹിക്കുന്ന സുരേഷ് ഗോപി ഓർക്കേണ്ടത് അയാൾ പോയി നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിലേതാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ 22ാം വാർഷികത്തിൻ്റെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ഗർഭിണികൾ ആക്രമിക്കപ്പെടുകയും ഗർഭിണികളുടെ വയറ് കീറുകയും കുഞ്ഞിനെ കുത്തി പുറത്തെടുക്കുകയും ചെയ്തു എന്ന സംഗതി ഈ ഇന്ത്യക്ക് ഓർമ്മയുള്ള സംഗതിയാണ്. ആ രാഷ്ട്രീയ ധാരയുടെ കൂടെ കൈയിട്ട് നിന്നിട്ടാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ വയറിൽ തട്ടി താൻ അനുഗ്രഹിക്കുന്നത് എന്ന് സുരേഷ് ഗോപിക്ക് ഓർമ്മ വേണ്ടേ? സുരേഷ് ഗോപി BJPയുടെ വേദിയിൽ കയറി നിൽക്കുന്നു. ഞാൻ പഴയ SFIക്കാരനാണ്, കോൺഗ്രസ്സുകാരുമായി എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ അഭയ സാധ്യതകളെ തേടിയാണ് ഫൈനലി BJPയിൽ വരുന്നത്. അല്ലാതെ അയാൾ ഫ്രം ദ വെരി ബിഗിനിങ് BJPക്കാരനൊന്നും അല്ല. അപ്പോൾ BJPയുടെ തട്ടിൽ കയറി നിൽക്കുമ്പോൾ അയാൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ബിൽക്കിസ് ബാനു എന്ന ഒരു യുവതിയെ, 21 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അവളുടെ 3 വയസ്സായ കുഞ്ഞിനെ വാങ്ങി കല്ലിലടിച്ച് കൊല്ലുകയും ചെയ്തു. ശൈലേഷ് ഭട്ട് എന്നാണ് അയാളുടെ പേര്. അയാളടക്കമുള്ള പ്രതികളെ നിയമത്തെ മറികടന്നുകൊണ്ട് BJP പുറത്തിറക്കി വിട്ടു. ആ പുറത്തിറക്കി വിട്ട ശൈലേഷ് ഭട്ടിനെ മോദിയുടെ അമിത്ഷായുടെ പടമുള്ള വേദിയിലിരുത്തി ആദരിച്ചു, പരിപാടിയിൽ പങ്കെടുപ്പിച്ചു BJP. അങ്ങനെ ഒരു വേദിയിലാണ് താൻ നിൽക്കുന്നത് എന്നറിയാത്ത ആളല്ല BJP. പക്ഷെ എന്താണ്, അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം തട്ടിപ്പാണെന്ന് പറയാൻ ഞാനീ പറയുന്നത്. അപ്പം ഞാൻ നിൽക്കുന്നത് മനുഷ്യരെ കൊന്നു പരിചയമുള്ള, മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കുന്ന, ആളുകളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നടുവിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് മൈൻഡ് ചെയ്യാതെ മനുഷ്യരോട് സ്നേഹത്തിൻ്റെ കാപട്യങ്ങളെ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. സുരേഷ് ഗോപി എല്ലാ കാര്യത്തിലും ഒരുപോലെ ഇടപെടുന്ന ആളല്ല. തനിക്ക് നേട്ടമുണ്ടെങ്കിൽ മാത്രം ഇടപെടുക. എന്തിനാണ് ലൂർദ് പള്ളിയിൽ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ നാട് കൊല്ലത്താണ്. കൊല്ലത്ത് എന്തുമാത്രം പള്ളികളുണ്ട്, അദ്ദേഹം പഠിച്ച സ്കൂളുണ്ട്. അവിടെയൊന്നും കൊടുക്കാത്ത സമ്മാനങ്ങൾ, അവിടെയൊന്നും ചൊരിയാത്ത പ്രാർത്ഥനകൾ അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് ചെയ്യുകയാണ്. അപ്പോൾ തൃശ്ശൂരുകാർക്കില്ലേ ആത്മാഭിമാനം? ഇയാൾ വന്ന് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ നാടകമാണ് എന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ.
അവർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് അവരെ അത് പരിശോധിക്കാൻ തന്നെ പരിശോധിച്ച് തന്നെ ഉണ്ടാവുക ഈ വൃത്തികേട് എന്തിന് ചെയ്തു എന്ന കാര്യം. അപ്പോൾ സുരേഷ് ഗോപി ഒരിക്കൽ കൂടി എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. സുരേഷ് ഗോപിയുടെ മാനവ സ്നേഹം എന്ന് പറയുന്ന സംഗതി തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നാണെന്ന്, അദ്ദേഹം പണം മുടക്കുന്നുണ്ടെങ്കിൽ, അനുഭാവത്തിൻ്റെ ഒരു വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 3 വോട്ട് കിട്ടണം എന്നാഗ്രഹിച്ചിട്ട് മാത്രം പറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ ഈ സംഗതി മതി. ഇതിപ്പോൾ ചെമ്പാണോ ഇല്ലയോ അതിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ ആട്ടിവിട്ടത് അയാളുടെ ഉള്ളിലെ അയാൾ നിൽക്കുന്ന പ്രതലം അയാളെ എത്രമേൽ വിഭജനത്തിൻ്റെ ആളാക്കി മാറ്റി, വിദ്വേഷത്തിൻ്റെ, എതിർപ്പിൻ്റെ ആളാക്കി മാറ്റി എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. യെസ്, ഇപ്പോഴും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ, സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ ഒരുപാട് പേർ ഇപ്പോഴത്തുണ്ട്. എപ്പോഴെങ്കിലും ഒരാളുടെ കപടത അല്ലെങ്കിൽ ആ മുഖംമൂടി അഴിഞ്ഞു വീഴുമല്ലേ? ഈ ലൂർദ് പള്ളിയിലെ ആ വികാരി ഉണ്ടല്ലോ, അയാൾ പിന്നെ പുല്ലേ എന്ന് പറയുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഒരിക്കലും അയാൾ പ്രതീക്ഷിച്ച് കാണില്ല. കാരണം ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ച് കാണില്ല. അതോടൊപ്പം തന്നെ ഈ ചെമ്പ് ഇത്ര പെട്ടെന്ന് പുറത്തു വരുമെന്ന് സുരേഷ് ഗോപിയും വിചാരിച്ച് കാണില്ല. അതിൻ്റെ സത്യം തെളിയാനുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ ഞാൻ കരുതുന്നില്ല കേട്ടോ, അത് ചെമ്പാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ആനമണ്ടത്തരം BJP കാണിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം അവരുടെ കേരളത്തിലെ ഏക പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ലഭിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ കയ്യിലെടുക്കാൻ വേണ്ടി അയാളൊരു കാര്യം ചെയ്യുന്നു. ആ കാര്യത്തിലൊരു ചതി അവർ ചെയ്യുമെന്നുള്ളൊരു പൈസയുടെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് മാത്രമല്ല പൈസയുടെ ഇഷ്യൂ ഇല്ല. കാരണം വെച്ചാൽ ഈ രാജ്യത്ത് ഇപ്പോൾ കാശ് കയ്യിലുള്ളത് BJPക്കാർ മാത്രമാണ്. വേറെ ആൾ കയ്യിൽ കാശുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ ED വരും, ഇൻകം ടാക്സ് വരും, NIA വരും, എല്ലാ ടീമും വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഹോപ്പും ഇല്ലാതിരിക്കെ കൊടകരെ പിടിച്ച കോടികളെത്ര നമുക്കറിയാം. അപ്പോൾ ഒരു കാശിനും മുട്ടില്ലാതെ ഇരിക്കുന്നൊരു പാർട്ടി ഇത്തരത്തിലൊരു ചെമ്പിൽ പൂശിയ സ്വർണം കൊടുക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയെ പറ്റിച്ചതാവാനും സാധ്യതയുണ്ട്. കേരളത്തിലെ BJPക്കാരെ കുറിച്ച് എപ്പോഴും ഉള്ള പരാതി ഇത്തരം സാമ്പത്തികമായ പരാതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സുരേഷ് ഗോപി ആരെങ്കിലും ചാമ്പ്യോ എന്നുള്ള സംശയം ഇല്ലാതില്ല. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഏതായാലും ഇക്കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് അതിൻ്റെ ഒറിജിനൽ സ്വർണ്ണമായിരുന്നു, പിന്നീട് അത് ചെമ്പായോ എന്നൊന്നും അറിയില്ല. ഏതായാലും പിന്നെ ഈ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പ്രത്യേകം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. പക്ഷേ അവർ മിക്കവാറും ഷിറ്റ് എന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. യെസ്, എന്തായാലും യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറത്തു വരട്ടെ. അത് ചെമ്പാണോ സ്വർണ്ണമാണോ, ഇനി എത്രയുണ്ട് ആ കിരീടത്തിൻ്റെ മൂല്യം എന്നൊക്കെ അത് പാരിഷ് കൗൺസിൽ തന്നെ ചേർന്ന് തീരുമാനിക്കട്ടെ. എന്തായാലും സുരേഷ് ഗോപി ലക്ഷ്യം വയ്ക്കുന്നത് മറ്റു പലതാണ്, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് എന്ന് ജനം തിരിച്ചറിയും.